അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും സ്വപ്നമായിരുന്ന ഷഹബാസ് എന്ന പൊന്നമോനെ 6 അടി മണ്ണിൻ്റെ അടിയിലേക്ക് യാത്രയായിട്ടുണ്ട്. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഷഹബാസിനെ ക്രൂരമായിട്ട് പരിക്കേൽപ്പിച്ച് ആ കുട്ടിയുടെ കൊലപാതകത്തിന് തന്നെ കാരണക്കാരായ ആ വിദ്യാർത്ഥികളുടെ ഒരു ഫോട്ടോയെങ്കിലും നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര വേദനിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇന്നലകളിൽ കഴിഞ്ഞത്. അവനെ ക്രൂരമായി കൊലപ്പെടുത്തിയവരുടെ ഒരു ഡീറ്റെയിൽസോ ഒരു ഫോട്ടോയോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, വേറെ തരത്തിലുള്ള എന്തെങ്കിലും കേസായിരുന്നെങ്കിൽ എത്ര ആളുകളുടെ ഫോട്ടോയും മറ്റുമൊക്കെ പുറത്തറിയുന്നുണ്ട്. പക്ഷേ വലിയ പണക്കാരുടെ മക്കളായതുകൊണ്ട് ആ കുട്ടികളുടെ ഒരാളുടെയും ഫോട്ടോ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷഹബാസിൻ്റെ ഉപ്പയുടെ വീഡിയോ ഞാനിന്ന് കണ്ടു. പടച്ചവനെ, ഹൃദയം പൊട്ടുന്ന ഒരു രൂപത്തിലുള്ള കാഴ്ച. ആ ഉപ്പ കരഞ്ഞുകൊണ്ട് പറയുന്നത് എൻ്റെ മകന് നീതി വേണമെന്നാണ്. ഷഹബാസിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ 5 കുട്ടികളെയും SSLC പരീക്ഷ എഴുതിക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് കേൾക്കുന്നത്. എന്ത് നിയമമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കുട്ടിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ നീതി അവിടെ നിഷേധിക്കപ്പെടുകയല്ലേ? വിദ്യാർത്ഥികൾ എന്ന രൂപത്തിൽ ഒരു പരിഗണനയും ആ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഷഹബാസിൻ്റെ ഉപ്പ പറയാണ്, ഞങ്ങൾ താമസിക്കുന്നത് തന്നെ വാടക വീട്ടിലാണ്. ആ മനുഷ്യന് ഷഹബാസിൻ്റെ അടിയിലായിട്ട് 3 കുട്ടികളാണുള്ളത്. അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഷഹബാസ് എന്ന ആ മകനായിരുന്നു. ആ പൈതലിനെ ഇല്ലാതാക്കിയിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് കേസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന്. എന്നിട്ട് അയാൾ പറയുന്നത്, എനിക്ക് പ്രതീക്ഷ ഇവിടുത്തെ ഗവൺമെൻറ്റിലും അതുപോലെ രാഷ്ട്രീയക്കാരിലുമൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ്റെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ. ഇതിൻ്റെ കൂടെ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞൊരു വാർത്തയുണ്ട്. എന്തെന്നറിയോ? ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ സഹപാഠികളായിട്ടുള്ള 5 കുട്ടികൾ നായ്ക്കരണപ്പൊടി ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞിട്ട് ആ നായ്ക്കരണപ്പൊടി ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കലശലായിട്ടുള്ള ചൊറിച്ചിൽ കാരണം സ്കൂളിൽ പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ പരീക്ഷ പോലും എഴുതാൻ അനുവദിക്കുന്നില്ല എന്ന്. എത്ര നീതികേടാണ് ആ സ്കൂൾ അധികൃതർ ആ കുട്ടിയോട് ചെയ്തത്. അയാൾ കേട്ടല്ലോ, നമ്മുടെ ഈ വിദ്യാർത്ഥി സമൂഹം എവിടേക്കാണ് അവർ ഈ പോകുന്നത് എന്നത് ഒരു പിടുത്തവും കിട്ടാത്തൊരു കാര്യമായിട്ട് കുറച്ച് ദിവസങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളുടെ ചില കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എത്ര ദയനീയമായിട്ടുള്ള ഒരവസ്ഥ. മാതാപിതാക്കൾക്ക് മക്കളെ ഒന്ന് അടിക്കാൻ പോലും ഇന്ന് കഴിയാത്തൊരു സംഗതി. അതുപോലെ തന്നെയാണ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും അധ്യാപകർക്കും കുട്ടികളെ ഒന്ന് ശാസിക്കാനോ അവർക്ക് വേണ്ട ഒരു ശിക്ഷാ നടപടി അവരെ മേലെടുക്കാനോ കഴിയാത്ത ഒരവസ്ഥ. നമ്മുടെയൊക്കെ ഗവൺമെൻറ് കൂടി ഇതിൽ പങ്കാളിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികളെ തൊടുമ്പോത്തിന് നിയമം മാറുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ നേരാവുക? കുട്ടികൾക്ക് കൊടുക്കേണ്ട പ്രായത്തിലുള്ള ശിക്ഷകളും അതുപോലെ അവർക്കെതിരെയുള്ള നടപടികളും തെറ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടത് രക്ഷിതാക്കളാണ്. അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അവരുടെ ഗുരുവര്യന്മാരാണ്. ഈ 2 വ്യക്തികളും അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ജയിലിലാണ്. അവർക്ക് പിന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു നിയമം കൊണ്ടുവന്നതെന്ന് ഞാനിങ്ങനെ അതിശയിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ നിയമം യഥാർത്ഥത്തിൽ മാറ്റുകയാണ് വേണ്ടത്. ആ നിയമം മാറ്റാത്തോടത്തോളം കാലം ഇതുപോലെയുള്ള ക്രിമിനൽ മൈൻഡുള്ള കുട്ടികൾ, നിങ്ങൾ ശരിക്കും കേൾക്കണം, ക്രിമിനൽ മൈൻഡുള്ള കുട്ടികൾ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള പാവങ്ങളായ ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളായിട്ടുള്ള മക്കളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ അവരാരോടാണ് പറയുക?
സ്വന്തം കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കേസിൻ്റെ പിന്നാലെ പോകുമ്പോഴും നീതി കിട്ടാനാണെന്ന് പറയാം. പക്ഷേ അവരുടെ ആ ഒരു വേദന, അവരുടെ ആ ഒരു വിടവ് അത് നികത്താൻ കഴിയുമോ? പറ്റൂല. ഷഹബാസിനെ ക്രൂരമായിട്ട് മർദ്ദിച്ച ആ കുട്ടികൾ അവരൊരിക്കലും നിസ്സാരക്കാരായിട്ടുള്ള മക്കളല്ല. അവരിതിൻ്റെ മുമ്പും ഷഹബാസിനെ ഉന്നമിട്ടിട്ട് ആ കുട്ടിയെ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും അവർക്ക് കൊടുക്കുന്ന ഒരു സംരക്ഷണം സോഷ്യൽ മീഡിയയിൽ പച്ചയിൽ ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം അവരെ. എന്നിട്ട് ഇന്ന ആളുകളാണ് ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്തതെന്ന് നമ്മൾ കാണണം. ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി മുഴുവനും മറച്ച് വെച്ചിട്ട് ആ മക്കളെ നിങ്ങൾ ആരുടെ മുമ്പിലാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് എന്നാണ്, എന്ത് പ്രൊട്ടക്ഷനാണ് അവർക്ക് നിങ്ങൾ കൊടുക്കുന്നത്? ഷഹബാസ് എന്ന മകൻ അള്ളാഹു സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള മുസീബത്തുകളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മെയും കുടുംബത്തിനെയും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.